അപ്പോൾ നമുക്ക് ഡിഫ്യൂഷൻ നോക്കാം. ഡിഫ്യൂഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇപ്പോൾ രണ്ട് പ്രോസസ്സാണ് നടക്കുക. ഒന്ന് ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് അക്രോസ് ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് അക്രോസ് ദി ജംഗ്ഷൻ, ആൻഡ് രണ്ടാമത്തേത് ഡ്രിഫ്റ്റ് ഓഫ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് അക്രോസ് ദി ജംഗ്ഷൻ, പി എൻ ജംഗ്ഷൻ. ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തുനിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്നിൽ ഇലക്ട്രോൺസും പിയിൽ ഹോൾസും ആണ് അല്ലേ. നമ്മൾ ഈ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് എന്നിലുള്ള മെജോറിറ്റി ഇലക്ട്രോൺസ് ജംഗ്ഷൻ്റെ സൈഡിൽ നിന്നാണ്. എൻ ടൈപ്പ് മെറ്റീരിയലിന് മുഴുവൻ വരില്ല, അതുപോലെ പിന്ന് മുഴുവനും നടക്കില്ല. ജംഗ്ഷൻ്റെ സൈഡിലുള്ള ജംഗ്ഷന് നിയർ ബൈ ആയിട്ടുള്ള ഇലക്ട്രോൺസ് എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പം ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് വരുന്നത്? ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്തിട്ട് എന്നിലുള്ള മെജോറിറ്റി ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്തിട്ട് പി റീജിയനിലേക്കാണ് വരുന്നത്. ഈ ഇലക്ട്രോൺ ആരുടെ ഇലക്ട്രോൺ ആണ്? ഒരു ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ആണ്. അതിൻ്റെ 5ാമത്തെ വാലൻസ് ഇലക്ട്രോൺ ആണ്. ബോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ ഡോണർ ആറ്റത്തിന് എത്രയേ വേണ്ടുള്ളൂ? 4 സിലിക്കൺ ആറ്റംസുമായിട്ട് ബോൺസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 4 വാലൻസ് ഇലക്ട്രോൺസ് മതി. അപ്പോൾ അതിൻ്റെ 5ാമത്തെ ഇലക്ട്രോൺ ഉണ്ടല്ലോ, അതാണല്ലോ എന്നിലെ മെജോറിറ്റി ഫ്രീ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രോൺ വരുമ്പോൾ ആ ഡോണർ ആറ്റം എന്തായിട്ട് മാറും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. സോ ആ ഇലക്ട്രോൺ ആർക്കാണ് കിട്ടുന്നത്? പിയിലുള്ള ഒരു ട്രൈവാലന്റ് ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റത്തിനാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ആ ട്രൈവാലന്റ് ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റം ഓൾറെഡി അതിൻ്റെ വാലൻസി 3 ആണ്. അവിടെ ഒരു വേക്കൻസി ഉണ്ട്, ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിലേക്കാണ് ആര് വരുന്നത്? ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചാർജ് വരും? ആ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ഡോണർ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുന്ന ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റത്തിന് എന്ത് വരും? നെഗറ്റീവ് ചാർജും വരും. അപ്പോൾ ജംഗ്ഷൻ്റെ രണ്ട് സൈഡിലുമായിട്ട് എൻ റീജിയനിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺസ് വരും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസ് വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഹോള് എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന് ഇക്വാലൻ്റ് ആണത്. ഇലക്ട്രോൺസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് ഇക്വാലൻ്റ് ആണ്. അത് നിങ്ങൾ ആ ബോണ്ട് ഫോം ഡോപ്പിങ്ങിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ഡോണർ ആറ്റങ്ങളും അല്ലെങ്കിൽ ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസും ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസും വെച്ചിട്ട് ഡോപ്പ് ചെയ്യുന്നത് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. ഹോൾസും ഫ്രീ ഇലക്ട്രോൺസും എങ്ങനെയാണ് ഹോൾസും ഫോം ചെയ്യുന്നത് നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഈ ഡിഫ്യൂഷൻ്റെ റേറ്റ് പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി, അതിൻ്റെ ഇഫക്റ്റീവ് മാസ്, ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട്, ടെമ്പറേച്ചർ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ ചേഞ്ച് വരും. ടെമ്പറേച്ചർ കൂടുന്തോറും ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിയ പിയും എൻ റീജിയൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. പിയിലും എന്നിൽ ഡോണർ, ഈ റൗണ്ട് കാണിച്ചിരിക്കുന്നത് ഹോളല്ല, അതാരാണ്? ഡോണർ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഡോണർ ആറ്റം എന്തായിട്ട് മാറി? പോസിറ്റീവ്ലി ചാർജ് ഡോണർ അയോൺ ആയിട്ട് മാറി. അതുപോലെ ഇവിടെ ആക്സെപ്റ്റർ ആറ്റം എന്തായിട്ട് മാറി? ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺ ആയിട്ട് മാറി. നോക്കണം, എന്നിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺസ്, പിയിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസ് ആണല്ലോ. അപ്പോൾ ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് ഡിഫ്യൂഷൻ്റെ റേറ്റ് കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് ഡിഫ്യൂഷൻ്റെ റേറ്റ് കുറഞ്ഞു വരുന്നത്? ഡിഫ്യൂഷൻ്റെ റേറ്റ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? നമ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ ആദ്യം എക്സാമ്പിളായിട്ട് പറയാം, ഇവിടെ 100 ഇലക്ട്രോൺസ് ഉണ്ടായെന്ന് വിചാരിക്കുക, ഫ്രീ ഇലക്ട്രോൺസ് ഈ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത്. അതിനകത്ത് ഒരു 50 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ബാക്കി പിന്നെ എത്രയേ ഉള്ളൂ? 50 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ എന്നിലുള്ള ജംഗ്ഷൻ്റെ തൊട്ട് സൈഡിലുള്ള എന്നിലെ ഫ്രീ ഇലക്ട്രോൺസ് എണ്ണം കുറഞ്ഞു വരുന്നതനുസരിച്ച് ഡിഫ്യൂഷൻ്റെ റേറ്റും എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ബിക്കോസ് ഡിഫ്യൂഷൻ റേറ്റ് ഡിപ്പെൻഡ്സ് ഹൈലി ഓൺ ദി density, number concentration, number density, number divided by volume.
നമ്പർ പെർ വോളിയം ഓഫ് ദി പാർട്ടിക്കിൾസ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതനുസരിച്ച് എന്നിൽ നിന്ന് പിയിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ ഡിഫ്യൂഷനും കുറഞ്ഞു വരും. അതിനനുസരിച്ച് ഇവിടെ നടക്കുന്ന ഒരു സംഗതിയുണ്ട്, റേറ്റ് ഓഫ് ഡ്രിഫ്റ്റ് കൂടി വരും. എന്താ ഡ്രിഫ്റ്റ് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് +2 ക്ലാസ്സുകളിൽ. ഒരു പൊട്ടൻഷ്യൽ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സലറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഡ്രിഫ്റ്റ് സ്പീഡ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഡിഫ്യൂഷൻ നടക്കുന്നതനുസരിച്ച് നോക്കിയേ. എൻ റീജിയനിൽ പോസിറ്റീവ്, ജംഗ്ഷന്റെ സൈഡിൽ എൻ റീജിയനിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വരുന്നുണ്ട്, ഡോണർ അയോൺസ് വരുന്നുണ്ട്. പി റീജിയനിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസ് വരുന്നുണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോം ചെയ്യുകയാണ്. ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോം ചെയ്യും. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ഡിഫ്യൂഷൻ. ഇപ്പം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് പിയിലും എന്നിലുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. ആരാ പിയിലുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്? ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് എങ്ങോട്ടാണ്? മൈനോറിറ്റി ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റ് ഫ്രം പി റീജിയൻ ടു എൻ റീജിയൻ. നമ്മൾ ജംഗ്ഷൻ അക്രോസ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ മൂവ്മെന്റ്, ട്രാൻസ്പോർട്ട് ആണ് നോക്കുന്നത്. ഡിഫ്യൂഷൻ ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? മെജോറിറ്റി ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് ഫ്രം എൻ റീജിയൻ ടു പി റീജിയൻ, ആൻഡ് വി ക്യാൻ സേ majority holes are diffused from p region to n region. അതേപോലെ മൈനോറിറ്റി ഇലക്ട്രോൺസ് എവിടെ നിന്ന് എങ്ങോട്ടാ? ഇലക്ട്രോൺസ് എവിടെയാണ് മൈനോറിറ്റി ആയിട്ടുള്ളത്? പിയിലാണ് ഉള്ളത് അല്ലേ? ഓൾറെഡി തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ് ഉണ്ട് പിയിൽ, തെർമലി ജനറേറ്റഡ് ഹോൾസ് ഉണ്ട് എന്നിൽ. മെജോറിറ്റി എങ്ങനെയാ? മെജോറിറ്റി ബിക്കോസ് ഓഫ് ഡോപ്പിംഗ് ആണ്. അപ്പോൾ പിയിലുള്ള ഇലക്ട്രോൺസ് എങ്ങോട്ട്, മൈനോറിറ്റി ഇലക്ട്രോൺസ് എങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും? എന്നിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും അല്ലേ? അപ്പോൾ ഡ്രിഫ്റ്റ് നടക്കും. അപ്പോൾ ഡിഫ്യൂഷൻ്റെ റേറ്റ് കുറഞ്ഞു വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഡ്രിഫ്റ്റിൻ്റെ റേറ്റ് കൂടി വരും. ഫൈനലി ഡിഫ്യൂഷൻ്റെ റേറ്റും ഡ്രിഫ്റ്റിൻ്റെ റേറ്റും ഈക്വൽ ആകും. ടൈം പാസ് ചെയ്യുന്നതനുസരിച്ച് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഡിക്രീസസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം റേറ്റ് ഓഫ് ഡ്രിഫ്റ്റ് ഇൻക്രീസസ്. ആൻഡ് at a particular stage, rate of diffusion becomes equal to rate of drift, which is called equilibrium condition of the p-n junction, equilibrium condition of the unbiased p-n junction. പിന്നെ എന്ത് നടക്കില്ല? പിന്നെ ഈ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ചാർജ് കാരിയേഴ്സിന്റെ ട്രാൻസ്പോർട്ട് മൂവ്മെന്റ് നടക്കില്ല. മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഡിഫ്യൂഷനോ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റോ നടക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇക്വിലിബ്രിയം കണ്ടീഷനിലെത്തി. ഈ റീജിയൻ നോക്കിയ ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള ഒരു റീജിയൻ ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. അവിടെ എൻ റീജിയനിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺസ് ഉണ്ട്, പി റീജിയനിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസ് ഉണ്ട്. ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള ഒരു റീജിയനിൽ, ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെപ്ലീഷൻ റീജിയൻ. എന്തുകൊണ്ടാണ് ആ റീജിയനെ ഡെപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്ന അറിയോ? ദ റീജിയൻ ഈസ് ഡെപ്ലീറ്റഡ് ഓഫ്. ദ ഡെപ്ലീറ്റഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആബ്സെന്റ് ഓഫ്. ആരാ അവിടെ ഇല്ലാത്തത്? ഈ റീജിയനിൽ ആര് മാത്രമേ ഉള്ളൂ? ഡോണർ ആൻഡ് ആക്സെപ്റ്റർ അയോൺസ് മാത്രമേ ഉള്ളൂ. ആ ഡോണർ അയോൺസും ആക്സെപ്റ്റർ അയോൺസും ബോണ്ടഡ് ആണ്, ഹെവി ആണ്, അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഓൾറെഡി അത് ബോണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സിലിക്കൺസുമായിട്ട്, സിലിക്കൺ ആറ്റംസുമായിട്ട്. അതുപോലെ അത് ഹെവി ആണ്, അതിന് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ബോണ്ടഡ് ഡോണർ അയോൺസിനും ആക്സെപ്റ്റർ അയോൺസിനും മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ദ റീജിയൻ ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ്. ആരാ മൊബൈൽ ചാർജ് കാരിയേഴ്സ്? ഇലക്ട്രോൺസും ഹോൾസും. ഈ റീജിയനിൽ ആരില്ല? ഇലക്ട്രോൺസും ഹോൾസും ഇല്ല. നേരത്തെ ഇത്രയും ഭാഗം ജംഗ്ഷന്റെ ഈ ജംഗ്ഷൻ വരെ എൻ റീജിയനിൽ മെജോറിറ്റി ഇലക്ട്രോൺസും മൈനോറിറ്റി ഹോൾസും ഉണ്ടായിരുന്നു. പി റീജിയനിൽ മെജോറിറ്റി ഹോൾസും മൈനോറിറ്റി ഇലക്ട്രോൺസും ഉണ്ടായിരുന്നു. ഇപ്പോഴോ ഈ ഡിപ്ലീഷൻ റീജിയനിൽ ആരില്ല? ഇലക്ട്രോൺസും ഹോൾസും ഇല്ല. ദേ ആർ ദ മൊബൈൽ ചാർജ് കാരിയേഴ്സ്. ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ? ഇമ്മൊബൈൽ ഡോണർ ആൻഡ് ആക്സെപ്റ്റർ അയോൺസ്. ഡോണർ അയോൺസ് ഇൻ ദി എൻ റീജിയൻ ആൻഡ് ആക്സെപ്റ്റർ അയോൺസ് ഇൻ ദി പി റീജിയൻ. നമ്മുടെ എന്നും പിയും മുഴുവനായിട്ടില്ല, ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള ഒരു റീജിയനിൽ മാത്രം. ആ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. ഡിപ്ലീറ്റഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അവിടെ ആര് ആബ്സെന്റ് ആണ്, ആരില്ല, ആര് പ്രസന്റ് അല്ല? മൊബൈൽ ചാർജ് കാരിയേഴ്സ്, മൂവ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് ഇല്ല. സോ ഈ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുക. അതിന്റെ വിട്ട് ഏകദേശം മൈക്രോമീറ്റേഴ്സിന്റെ ഓർഡറിലാണ്. റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അത് ഹോൾ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അയോൺ ആണ്. ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺ, ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺ. ഈ റീജിയനിൽ ഇലക്ട്രോൺസും ഹോൾസും ഇല്ല.
അപ്പോൾ ഇവിടെ ഒരു ഡെവലപ്പ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ നോക്കി, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കി രണ്ടിൻ്റെ ഇടയിൽ, ഈ ജംഗ്ഷന്റെ രണ്ട് സൈഡിലുമായിട്ട്. എൻ റീജിയനിൽ ശരിക്കും ശ്രദ്ധിക്കണം, എൻ റീജിയനിൽ പോസിറ്റീവ് ആണ് വരിക. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പൊളാരിറ്റി നോക്കിയാൽ ഇവിടെ പോസിറ്റീവ്, പി റീജിയനിൽ നെഗറ്റീവ്. ജംഗ്ഷന്റെ സൈഡിൽ നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. എന്തുകൊണ്ട് അതിനെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്? ഇറ്റ് ആക്ട്സ് ആസ് എ ബാരിയർ, ഒരു തടസ്സമായിട്ട് ആക്ട് ചെയ്യാണ്. ആർക്ക്? ഫോർ ഫർദർ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ് അക്രോസ് ദ ജംഗ്ഷൻ. ഇങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്തിയിട്ട് ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ബാരിയർ പൊട്ടൻഷ്യൽ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനുള്ള ബാരിയർ? പിന്നെ ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ ട്രാൻസ്പോർട്ട് എന്നിൽ നിന്ന് പിയിലേക്കോ പിയിൽ നിന്ന് എന്നിലേക്കോ, അതായത് ഡിഫ്യൂഷനോ ഡ്രിഫ്റ്റോ ഒന്നും നടക്കില്ല ഈ ജംഗ്ഷൻ അക്രോസ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. നോക്കിയേ, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുക? റിപ്പൽ ചെയ്യുക. ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മൈനോറിറ്റി ഒരു ഇലക്ട്രോൺ പിയിൽ നിന്ന് എന്നിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് വിചാരിച്ചോ, ഈ നെഗറ്റീവ് പൊളാരിറ്റി അതിനെ റിപ്പൽ ചെയ്യും. ഇവിടുന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിഫ്യൂഷനും നടക്കില്ല, ഡ്രിഫ്റ്റും നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇനി അങ്ങനെ നടക്കണമെങ്കിലോ നമ്മൾ ആ ബാരിയർ പൊട്ടൻഷ്യലിനെ ആദ്യം ഇല്ലാതാക്കണം, നള്ളിഫൈ ചെയ്യണം, ക്യാൻസൽ ചെയ്യണം ബാരിയർ പൊട്ടൻഷ്യൽ. ആ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ സിലിക്കണിലും ജെർമേനിയത്തിലും ഡിഫറെൻ്റ് ആണ്. റൂം ടെമ്പറേച്ചേഴ്സിൽ സിലിക്കണിൽ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0.7 വോൾട്ട് ആണ്. ജെർമേനിയത്തിൽ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ റൂം ടെമ്പറേച്ചേഴ്സിൽ 0.3 വോൾട്ട് ആണ്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. സെമി കണ്ടക്ടേഴ്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോപ്പർട്ടീസും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. സോ ടെമ്പറേച്ചർ കൂടുമ്പോൾ ചാർജ് കാരിയേഴ്സിന്റെ ഇലക്ട്രോൺസിന്റെ ഒക്കെ മൊബിലിറ്റി കൂടും. മൊബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ബാരിയർ പൊട്ടൻഷ്യലിനെ കുറേ ബാരിയർ പൊട്ടൻഷ്യൽ എളുപ്പത്തിൽ ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിലിക്കണിലും ജെർമേനിയത്തിലും റൂം ടെമ്പറേച്ചറിൽ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ് ഈ 0.7 വോൾട്ടും 0.3 വോൾട്ടും ആയിട്ട് കാണിച്ചിരിക്കുന്നത്.